ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ. സഹോദരങ്ങളെ, കടൽക്കരയിൽ കമഴ്ത്തി കയറ്റി വെച്ച വള്ളം തികച്ചും സുരക്ഷിതമാണ്. ഇളക്കം തട്ടാതെ അതവിടെ ഉറച്ചിരിക്കുന്നു. എന്നാൽ അതിനുവേണ്ടിയല്ലല്ലോ വള്ളം പണിതുണ്ടാക്കിയിരിക്കുന്നത്. പത്തായത്തിനുള്ളിൽ കിടക്കുന്ന ഗോതമ്പ് മണി അവിടെ സുരക്ഷിതമാണ്. തേയ്മാനം പറ്റാതെ പത്തായത്തിനുള്ളിലെ ചൂട് പറ്റി ഗോതമ്പ് മണിക്ക് കിടക്കാം. എന്നാൽ ഗോതമ്പ് മണി പത്തായത്തിനുള്ളിൽ കഴിയേണ്ടതല്ലല്ലോ. തഴച്ചു വളരുന്ന മുന്തിരിച്ചെടിക്ക് ആകാശത്തോളം ഉയരാം. പക്ഷേ പടർന്ന് പന്തലിച്ചു പോകുന്ന ശാഖകളെ നാം വെട്ടിയൊരുക്കണം. ശാഖകൾ മുറിഞ്ഞു വീഴുന്നതിൻ്റെ നഷ്ടം അനുഭവിക്കുന്ന മുന്തിരിച്ചെടി മാത്രമേ ഫലം നൽകൂ. ചെളിയിൽ വീണ് കുതിർന്ന് വീണ്ട് കീറുന്ന ഗോതമ്പ് മണിക്ക് മാത്രമേ മുളച്ചു പൊങ്ങി 100 മേനി വിളവ് നൽകാനാവൂ. ഓളങ്ങളെ മുറിച്ചു കുതിക്കുന്ന വള്ളം മാത്രമേ നിറയെ മീനുമായി തിരിച്ചു വരൂ. സ്വയം മറന്ന് സർവവും സഹോദരങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഹൃദയങ്ങൾ ദൈവം വന്നു പിറക്കുന്ന പുൽത്തൊഴുത്തുകളാണ്. ആ ഹൃദയങ്ങളിലെ ദുഃഖങ്ങളിലേക്കും നൊമ്പരങ്ങളിലേക്കും കർത്താവായ ഈശോ ഉൾച്ചേരും. അവിടെ സ്നേഹവും സാന്ത്വനവുമായി നിറഞ്ഞ് മനുഷ്യ മക്കളിലേക്ക് പകർന്നൊഴുകും. നമ്മൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയാം. കർത്താവിൻ്റെ സാക്ഷികളാകാം. അവിടുത്തെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുന്ന ഈ അന്ത്യകാല നിമിഷത്ത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു നൽകി അവരുടെ ആത്മാക്കളെയും കർത്താവിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമാണ് പിതാവായ ദൈവത്തിൻ്റെ മിഷൻ. ആ മനോഹരമായ പ്രോജക്റ്റിലെ ഏജൻസാണ് നാം ഓരോരുത്തരും എന്ന് ചിന്തിച്ചാൽ നമ്മളുടെ മിഷൻ നാം അക്കംപ്ലിഷ് ചെയ്യുവാൻ വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ ഗൈഡ് ലൈൻസ് ബൈബിളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ആ മിഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ നാം ഒറ്റയ്ക്ക് മാത്രം പുറപ്പെട്ടാൽ പോരാ. ഒരു കമ്മ്യൂണിറ്റിയായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം കർത്താവിൻ്റെ പക്കലേക്ക്.